കുരിശും നിജത്തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാൺമീൻ. കുരിശും നിജത്തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാൺമീൻ. സഹതാപമൊരു തനുമില്ലവനിൽ സഹകാരികളൊരുമില്ലരികിൽ സർവേശ്വരനും കൈവിട്ടതു ദാരുണമോർത്താ. പാപികളാം നരർക്കാർ സർവേശ്വരനും കൈവിട്ടതു ദാരുണമോർത്താ. പാപികളാം നരർക്കാർ. കുരിശും നിജത്തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാൺമീൻ. നമുക്ക് സൺഡേ ആണ്, സൺഡേ സ്പെഷ്യൽ രൂത്ത് ആൻഡ് എസ്തർ ഫസ്റ്റ് സെഷൻ നോക്കാം. ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ കഥ വായിക്കുന്ന ദിവസങ്ങൾ. അപ്പം രൂത്തും എസ്തറുമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് സെഷൻ രൂത്ത് ചാപ്റ്റർ 3 വേഴ്സ് 9. രൂത്ത് 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയൻ്റെ മേലിടണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. And he said, Who art thou? And she answered, I am Ruth, thine handmaid. Spread therefore thy skirt over thine handmaid, for thou art a near kinsman. ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. എസ്തർ ചാപ്റ്റർ 2 വേർഡ്സ് 12, 13 and 14. 3 വാക്യങ്ങളാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിന്തയ്ക്കായിട്ട്. എസ്തർ 2-ന്റെ 12, 13, 14 വാക്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാം. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂർ തൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയും. ഓരോരുത്തിക്ക് അഹശ്വേരോസ് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ. Now when every maid's turn was come to go into King Ahasuerus, after that she had been 12 months according to the manner of the woman, for so were the days of their purifications accomplished, to wit 6 months of myrrh and 6 months with sweet odors and with other things for the purifying of the woman. ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും. അന്തഃപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. Then thus came every maiden unto the king, whatsoever she desired was given to go with her out of the house of the woman unto the king's house. സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിൻ്റെ ഷണ്ണനായി വെപ്പാട്ടികളുടെ പാലകനായ ശയസ്ഗസിൻ്റെ വിചാരണയിലുള്ള 2ാമത്തെ അന്തഃപുരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ. In the evening she went, and on the morrow she returned into the second house of the women, to the custody of Shaashgaz, the king's chamberlain,
which kept the concubines, she came in unto the king no more, except the king delighted in her, and that she were called by name. ഇനി നമുക്ക് കണ്ടൻസ് നോക്കാം, അല്ലെ ഉള്ളടക്കം. രൂത്ത് ഫസ്റ്റ് സെഷൻ. രൂത്ത് പറഞ്ഞു, നിന്റെ ദാസിയായ രൂത്ത് ആണ് ഞാൻ. ബോവസിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ, അവൾ പറഞ്ഞു. And he said, Who art thou? And she answered, I am Ruth, thine handmaid. Spread therefore thy skirt over thine handmaid, for thou art near kinsman. Second session. എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന്. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം കഴിഞ്ഞ ശേഷം 6 മാസം മൂർത്തൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് ശുദ്ധീകരണകാലം കഴിയുകയും രാജാവിൻ്റെ മുൻപിൽ ചെല്ലുവാനിടയാവും. Now when every maid's turn was to come to go into King Ahasuerus, after that she had been 12 months according to the manner of the woman, for so were the days of their purifications accomplished, to wit 6 months with oil of myrrh, and 6 months with sweet odors, and with other things for the purifying of the woman. ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും. അന്തഃപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ പോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. Then thus came every maiden unto the king, whatsoever she desired was given her to go with her out of the house of the women unto the king's house. സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിൻ്റെ ഷണ്ണനായി വെപ്പാട്ടികളുടെ പാലകനായ ശേസ്ഗസിൻ്റെ വിചാരണയിലുള്ള 2ാമത്തെ അന്തഃപുരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേര് പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ. In the evening she went, and on the morrow she returned into the second house of women, to the custody of Shaashgaz, the king's chamberlain, which kept the concubines. She come in unto the king no more, except the king delighted in her, and that she were called by name. നമ്മുടെ എല്ലാ സെഷനോട് അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്.